എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്ന തമിഴ്നാട്ടിലെ ഒരു ഫംഗ്ഷന് വേണ്ടി നമ്മളെ ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ട്. ഒരു ഫാമിലി വ്ളോഗായിരിക്കും. അപ്പോൾ സ്കിപ്പ് നമ്മളായിട്ട് കാണാൻ ശ്രമിക്കാം. നമ്മൾ ആദ്യമേ നമുക്കൊരു മണ്ഡപത്തിന് തൊട്ട് ഫ്രണ്ട് എല്ലാവരും ആർച്ച് ഉള്ള പന്തൽ അങ്ങനെയൊക്കെയാണ് വെക്കുന്നതെങ്കിലും ഇവിടെ തമിഴ്നാട്ടിൽ ഭൂരിപക്ഷ ആൾക്കാരും നമ്മൾ ഈ വാഴക്കൊലയാണ് വെക്കുന്നത്. മെയിൻ ആചാരം എന്ന് പറയുമ്പോൾ വാഴക്കൊലയാണ്. അതിനെയും പല ഐതിഹ്യങ്ങളുണ്ട്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ല. അപ്പോൾ മെയിൻ നമ്മൾ ഈ ഒരു വാഴക്കൊലയാണ് നമ്മൾ രണ്ട് സൈഡും വെച്ച് അതോടൊപ്പം നമ്മൾ ഈ കോലം ഉണ്ടല്ലോ, കോലമൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഫാമിലി എല്ലാവരും നമ്മളെ തായ്മാമൻ എന്ന് പറയും. അതായത് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന നമ്മൾ ഈ ഏതൊരു ഫംഗ്ഷൻ ആണെങ്കിലും ശരി തായ്മാമനാണ് ഒരു പ്രാധാന്യം കൊടുക്കുന്നത് ഇവിടെ മെയിനായിട്ട്. അപ്പം അവിടെ നമ്മളെ ബന്ധുക്കാരെല്ലാവരും വരുമ്പോഴത്തേക്കും അതിൻ്റെ ഗ്യാപ്പിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരാൾ അവിടെ മുന്തിരി പറക്കി തിന്നുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. അപ്പം നമ്മൾ ഫാമിലി എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് പറ്റുന്നത്ര നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മണ്ഡപത്തിൻ്റെ ഡീറ്റെയിൽസും ഇപ്പം ഇവിടെ ഉള്ള വല്ല കുറച്ച് ഉള്ള ആചാരങ്ങളെല്ലാം നമ്മൾ ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്ത് നമ്മൾ ചാനൽ ഫുള്ളും കാണാൻ ശ്രമിക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം വരുന്ന എല്ലാവരും വരവേറ്റ് കൊണ്ടാണ് നമ്മുടെ ഫാമിലി അവരെല്ലാവരും നല്ലപോലെ താങ്ങുന്നത്. അതായത് വരുന്ന എല്ലാവരും മനം നിറഞ്ഞ് പോകണം എന്നുള്ള ഒരു ഐതിഹ്യമുണ്ട്. അതായത് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്നും അറിയത്തില്ലെങ്കിലും അറിയാവുന്ന എല്ലാം അതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവേത് എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഇതൊരു നമ്മൾ ചെറിയൊരു ഫംഗ്ഷനാണ് വെച്ചിരിക്കുന്നത് തന്നെ. അപ്പോൾ ഇവിടെ തന്നെ ഒരു കല്യാണം കാര്യങ്ങളെല്ലാം ഇവിടെ നടത്തുന്നുണ്ടെന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് തന്നെ. ഓക്കെ, അപ്പം നമ്മൾ ഓരോ എല്ലാ ആൾക്കാരും നമ്മൾ ഈ മണ്ഡപത്തിനകത്തോട്ട് കയറി പോവുകയാണ്. അപ്പോൾ നമുക്ക് ഓരോ ഫങ്ഷൻസൊക്കെ വരുമ്പോഴത്തേക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കണം. നമ്മൾ തുടക്കം മുതൽ അവസാനം നിമിഷം വരെ നമ്മളെല്ലാം ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ നമ്മളിന്ന് തമിഴ്നാട്ടിലെ നമ്മുടെ ഫാമിലിയുടെ ഒരു ഫങ്ഷൻസാണ് നമ്മൾ ഈ കാണിക്കുന്നതെല്ലാം. അപ്പോൾ ചിലതൊക്കെ നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. അതുപോലെ സ്കിപ്പ് ചെയ്ത് നമ്മളായിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് നമ്മൾ തമിഴ്നാട്ടിലെ ഒരു ഫങ്ഷൻസിൻ്റെ വീഡിയോ നമ്മൾ ഇന്നത്തെ നമ്മുടെ ചാനലിൽ ആഡ് ചെയ്യുന്നതല്ല. അതേപോലെ നോർമലി നമ്മളൊരു കല്യാണം ഫങ്ഷൻസൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങളെല്ലാവരും ആദ്യമേ വരുമ്പോൾ നാരങ്ങയാണ് നിങ്ങൾ നോക്കുന്നത് തന്നെ. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. നാരങ്ങയല്ല, നമ്മൾ കൽക്കണ്ടവും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മുട്ടായി ആ ഒരു കാര്യങ്ങളൊക്കെയാണ് വെച്ച് സ്വീകരിക്കുന്നത് തന്നെ. മണ്ഡപത്തിൻ്റെ ഡീറ്റെയിൽസ് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ മേളാണ് ഉള്ളത്. മേളിലാണ് നമുക്ക് പാചകവും കാര്യങ്ങളെല്ലാം വരുന്നത്. താഴെയാണ് നമ്മൾ റിസപ്ഷൻ എല്ലാം നടത്തുന്നത് തന്നെ. അപ്പോൾ നമ്മൾ കുറച്ച് ഡിലേ ആയി. ആ ഫംഗ്ഷൻ വരുന്ന സമയത്ത് നമുക്ക് വീഡിയോ കാര്യങ്ങളൊന്നും വലുതായിട്ട് എടുക്കാൻ പറ്റില്ല. എക്സ്ട്രീംലി സോറി. അപ്പം നമുക്ക് ഈ റിസപ്ഷൻ്റെ ഫസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്നതൊക്കെ അത്യാവശ്യം നല്ലൊരു ഹാളാണ് കേട്ടോ. ചെറുതൊന്നുമല്ല, നമ്മൾ ഫോണിൽ കാണുന്നതൊക്കെ നല്ലൊരു ഹാളാണ്. ഏകദേശം ഒരു 50-60 പേർക്ക് നിൽക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പം നമ്മൾ ഈ തമിഴ്നാട്ടിലെ ഒരു മണ്ഡപമാണ് ഈ പറയുന്നത് തന്നെ. അത്യാവശ്യം ചെറിയ ചെറിയ ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നവർക്ക് ഇത് നല്ലൊരു ചോയ്സ് തന്നെയാണ് ഞാൻ പറയുന്നത് തന്നെ. അതേപോലെ നമ്മൾ തന്നെ അടുത്ത മേളിലോട്ട് കയറുമ്പോൾ ഫസ്റ്റ് ഫ്ലോറിലോട്ട് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് പാചകത്തിൻ്റെ ഒരു ഇതാണ്. കിച്ചൺ സൈസ് എല്ലാം ഇവിടെ ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ കഴിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഏകദേശം ഒരു 30 പേർക്കൊക്കെ സുഖമായിട്ട് ഇരുന്ന് കഴിക്കാനുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു തോതിലുള്ള ചെറിയൊരു മണ്ഡപമാണ്. അത്യാവശ്യം നല്ലൊരു ചോയ്സാണ്. അതിന് തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് ഈ ഒരു കിച്ചൻ്റെ കാര്യങ്ങളെല്ലാം വരുന്നത് തന്നെ. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. എല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് നമ്മളിവിടെ നിന്ന് ഇറങ്ങിയത് തന്നെ. അതിന് തൊട്ടടുത്ത് തന്നെ ടാപ്പും കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താഴെയോ അങ്ങോട്ടോ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കഴിച്ചിട്ട് ഉടനെ തന്നെ നമുക്ക് ഇവിടുന്ന് കൈ കഴുകിയിട്ട് നിങ്ങൾക്ക് താഴോട്ട് ഇറങ്ങാം. അപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മേളിൽ ഫുള്ള് ഷീറ്റാണ് കേട്ടോ. ഷീറ്റിൻ്റെ ഗ്യാപ്പിലും ഓരോ ഡോറ് പോലെ അവർ സെറ്റ് വെച്ചിട്ടുണ്ട്. അപ്പം പാചകം ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ ഇത്രയാണ് വരുന്നത്. നമുക്ക് പിന്നെ അവിടെ നിന്ന് കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കുള്ള ആ ഒരു വ്യൂ പോയിൻ്റ് വേറെ ലെവലാണ്. നോർമലി തമിഴ്നാട്ടിലോട്ട് അവിടെ കയറി ഏത് ഭാഗത്ത് കയറി ചെന്നാൽ എങ്ങനെയാലും ഹിൽസ് ഫുള്ളും മലകളാണ്. അപ്പം നല്ലൊരു വ്യൂ പോയിന്റ് നമുക്ക് ഇവിടെ തന്നെ കാണാം. അതുപോലെ ഇച്ചിരി കൂടി സൂം ചെയ്യുകയാണെങ്കിൽ സൺസെറ്റ് ഒരു ഡൗൺ ആവുന്നതിൻ്റെ ഒരു വീഡിയോ അല്ല നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. കിട്ടിയായിരുന്നെങ്കിൽ കുറച്ചും കൂടി ലക്കാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ തന്നെ വരുമ്പം നിങ്ങൾക്ക് ഈ ഫുള്ളും ഈ സർക്കിൾ ഫുള്ളും നിങ്ങൾക്ക് ഒരു ഹിൽസാണ് വരുന്നത്. അതിൻ്റെ താഴേക്കാണ് ഈ ഗ്രാമം പോലെ സത്യം പറഞ്ഞാൽ ഗ്രാമം എന്ന് പറയാൻ പറ്റത്തില്ല, ഇത് പ്രോപ്പർ സിറ്റിയാണ് ഈ വരുന്നത് തന്നെ. അപ്പം കുറച്ചുകൂടി ഉള്ളിലോട്ടൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഗ്രാമമൊക്കെ കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇപ്പോൾ നിങ്ങൾ ഈ സൂം ചെയ്യുമ്പോഴാണ് കേട്ടോ, സൂം ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് എൻഡിൽ പറയുമ്പോഴത്തേക്ക് ഫുള്ളും നെൽപ്പാടങ്ങളെല്ലാം ആണ്. അപ്പം ഈ ഒരു ഫുൾ ഡിസ്റ്റൻസ് ഇങ്ങനെയാണ് വരുന്നത് തന്നെ. അത്യാവശ്യം ചെറിയൊരു തോതിൽ നമുക്കൊരു ഫങ്ഷൻസൊക്കെ നടത്തുകയാണെങ്കിൽ ഏറ്റവും നല്ല ഒരു ഓപ്ഷൻ തന്നെയാണിത്. അപ്പോൾ എനിക്കൊന്ന് ഇത് തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നില്ല. ഇതുപോലെ വേറെ മണ്ഡപങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ ഇത് മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചെറിയൊരു ഫാമിലി വ്ളോഗാണ്. അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ പോയ സമയത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്രാമവും അതുപോലെ ഒരു
ക്ഷേത്രമുള്ളതായിട്ട് ഞാൻ അറിഞ്ഞായിരുന്നു. അപ്പം ഫസ്റ്റ് ഞാൻ ഗ്രാമം തിരക്കിയപ്പോഴത്തേക്ക് ഈ ഗ്രാമത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് 3 ബസ് കയറണം. ഓർക്കുക, 3 ബസ് ഉണ്ടെങ്കിൽ കയറിയെങ്കിൽ ആ ഒരു ഗ്രാമത്തിൽ പോകാൻ പറ്റത്തുള്ളൂ. പോയി കഴിഞ്ഞാലും കറക്റ്റ് ഒരു ദിവസം ഫുൾ സ്റ്റേ ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാനും ഇവിടെ ഫാമിലി ആയിട്ട് ഒരു ഫംഗ്ഷന് വേണ്ടി വന്നതാണ്. ബസ്സിലാണ് വന്നത്. ബൈക്കിലാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ചാനൽ അപ്ലോഡ് ചെയ്ത് തന്നെ, പക്ഷെ അതിന് കഴിഞ്ഞില്ല. അപ്പോൾ നമ്മൾ ഗ്രാമങ്ങളിൽ പോകാൻ കഴിയാത്തതുകൊണ്ട് അവിടത്തുള്ള അടുത്ത് തന്നെ ചെറിയ ചെറിയ ഗ്രാമങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഷോർട്ടായിട്ട് നമ്മൾ ഇട്ടിട്ടുള്ളായിരുന്നു. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നത്തെ ഒരു വിഷയം എന്ന് പറയുമ്പോൾ ഗ്രാമങ്ങളിലോ പോകാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 5-10 കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള ഒരു ശിവൻ്റെ ക്ഷേത്രമുണ്ട്. അതായത് നമ്മുടെ മലയുടെ അടിവാരത്തിലാണ് ഈ ക്ഷേത്രം വരുന്നത്. നമ്മൾ ആ ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്ത് പോയിട്ട് മലയുടെ അടുത്ത് പോയിട്ട് അവിടെ നിന്നൊരു 10 മിനിറ്റത്തെ കുറച്ച് നേരം നടക്കണം. ആ ഒരു ഡിസ്റ്റൻസ് തന്നെ 10 മിനിറ്റ് പോലും ഇല്ല. അപ്പോൾ അതെങ്കിലും കവർ ചെയ്യുമെന്ന് പറഞ്ഞ് എല്ലാം തിരക്കിയപ്പോഴത്തേക്ക് അവിടെ അലൗഡ് അല്ല എന്നാണ് അറിയപ്പെട്ടത്. എന്താണെന്ന് പറയാൻ എന്ന് വെച്ചാൽ ഫുള്ളും മലയാണ്, കാടൊക്കെയാണ്. അപ്പം എന്തുകൊണ്ടെന്ന് അറിയത്തില്ല റീസൺ. അപ്പോൾ അടുത്ത മാസം നമ്മളത് പോകുമ്പം നമുക്ക് അലൗഡ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അത് കവർ ചെയ്യാം. ഞാൻ എക്സ്ട്രീംലി സോറി പറയണം. എന്തുകൊണ്ട് നമ്മൾ ഇത് വീഡിയോ ആയിട്ട് ഇടുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പോകാൻ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്, പക്ഷേ ഒരു വിധത്തിലും നടന്നില്ല. ഫാമിലിയൊക്കെ ആയിട്ട് ഉള്ളതുകൊണ്ട്. ബൈക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും, പക്ഷേ അവിടുന്ന് ബൈക്ക് എന്ന് വെച്ചാൽ ആ സമയത്ത് ഫംഗ്ഷൻസ്, നമ്മളൊരു ഫാമിലിയുടെ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് അവിടുന്ന് പെട്ടെന്ന് അങ്ങോട്ടും പോകാനും പറ്റാത്തൊരു ഡിസ്റ്റൻസിലായി. അപ്പം അടുത്ത മാസങ്ങളിൽ തീർച്ചയായിട്ടും നമ്മളൊരു പ്ലാൻ ചെയ്യുന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഉടൻ നമ്മളെ ചാനൽ അപ്ലോഡ് ചെയ്യും. നമ്മൾ ആ വട്ടം ബൈക്കിലാണ് പോകുന്നത്. അപ്പോൾ ഓർക്കുക. അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ അറിയിക്കുക എന്നുള്ളൊരു കടമയുണ്ട്. പോകുക എന്നുള്ളതൊരു വിഷയമാണെങ്കിലും പോകാൻ പറ്റാത്തൊരു അത്രയൊരു ഫീലിംഗ് തന്നെയാണ്. അത്ര എടുക്കാൻ പറ്റാത്ത അത്രയും ദൂരം പോയിട്ട്. അപ്പം ഞാൻ അവിടെ ഉള്ള വേറെ അല്ലാതെ കുറച്ച് വീഡിയോസും കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഞാൻ പാർട്ട് 1 പാർട്ട് എന്നുള്ള രീതിയിൽ തന്നെ ഇടാം. അപ്പം നിങ്ങൾ എല്ലാവരുടെ സപ്പോർട്ട് വേണം. അപ്പോൾ എനിക്കൊന്ന് ഇത് ഫാമിലി വ്ളോഗാണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഫുള്ളും കാണുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് പോകാം. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. ബൈ ബൈ.